ഞാൻ ഈ രാത്രി എങ്ങോട്ടേക്കാ പോകുന്നതെന്ന് അറിയണ്ടേ? വാ കാണിച്ചു തരാം. ദേ നമ്മുടെ സ്റ്റേഷനെത്തി, നമ്മളിവിടെ ഇറങ്ങുകയാണ്. ഇവിടെ നിന്നൊരു ഓട്ടോയും പിടിച്ച് നമ്മൾ പോവാം. നല്ല തിരക്കുണ്ട് കേട്ടോ വഴിയിലൊക്കെ. നമ്മൾ നേരെ വന്നിരിക്കുന്നത് എൻ്റെ സ്വന്തം നാടായ മാവേലിക്കര ചെട്ടുകുളങ്ങര അമ്പലത്തിലാണ്. ഇവിടെ എന്താ വിശേഷം എന്നല്ലേ ആലോചിക്കുന്നത്? ഇന്നാണ് മീനഭരണി, അല്ല അശ്വതി. ചെട്ടുകുളങ്ങരക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട 2 ഭരണിയാണ്, ഒന്ന് കുംഭഭരണിയും 2 മീനഭരണിയും. ചെട്ടുകുളങ്ങരയെ 13 കരകളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അതിൽ 13 കരക്കാരും ചേർന്ന് നിർമ്മിച്ച തേരും കുതിരയുമാണ് നിങ്ങൾ ഈ കാഴ്ചക്കണ്ടത്തിൽ കാണുന്നത്. വെള്ള കളറിലുള്ളത് തേരും മറ്റുള്ളത് കുതിരയുമാണ് കേട്ടോ. ഇതാണ് ഞങ്ങൾ ഈരേഴത്തെക്ക്, അതായത് 1-ാം കരയുടെ കുതിര. അതിൽ കിടക്കുന്ന പാവകളില്ലേ, ആ പാവകൾക്ക് ഉടുപ്പ് കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങളുണ്ടാവുമെന്നാണ് വിശ്വാസം. അശ്വതിയുടെ തലേ ദിവസം കാഴ്ചക്കണ്ടത്തിലെത്തുന്ന ഈ തേരും കുതിരയും പിറ്റേ ദിവസം രാവിലെ ദേവി ജീവതയിൽ എഴുന്നള്ളി ഓരോ തേരിൻ്റെയും കുതിരയുടെ അടുത്ത് ചെന്ന് അനുഗ്രഹിക്കുന്നത് വരെയാണ് ഈ ആഘോഷം നിൽക്കുന്നത്. രാത്രി മുഴുവൻ ആളുകൾ ഇങ്ങനെ വന്നും പോയും ഇരിക്കും. ചിലരൊക്കെ അവിടെ കിടന്നുറങ്ങുന്നുണ്ടാവും. ഇതാണ് പാഞ്ചാലി. പിന്നെ ചെറിയ കുതിര തൊട്ട് വലിയ കുതിര വരെയുണ്ട്. ഇതിലും വലിയ കുതിരകളായിരിക്കും കുംഭഭരണിക്ക് ഉണ്ടാവുക. അന്ന് പക്ഷേ 13 കരക്കാരുടെ മാത്രമേ കാണുകയുള്ളൂ. ഈ ആനയൊക്കെ കണ്ടോ, ജീവനുള്ള പോലെ തോന്നുന്നു. ഇതാണ് അമ്പലത്തിൻ്റെ നട. ഇവിടെയൊക്കെ കുഞ്ഞു കുതിരകളുണ്ട്. അവിടെയൊക്കെ നമ്മൾ ദക്ഷിണയൊക്കെ വെക്കും കേട്ടോ. കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇത് ഉണ്ടാക്കുക. ഇത് നമ്മുടെ 13 കരക്കാരുടെയും, അതായത് കുംഭഭരണിയുടെ ഒരു ചെറിയ വേർഷനാണ്. ഇത് നമ്മുടെ പാഞ്ചാലി. ഇത് പെൻസിലിൽ നിർമ്മിച്ചിരിക്കുന്ന 13 കരക്കാരുടെ തേരും കുതിരയുമാണ്. ഇത് അരിമണിയിൽ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഇതൊക്കെ എത്ര സമയം എടുത്തിട്ടായിരിക്കും അവർ ഉണ്ടാക്കുന്നതല്ലേ. ഇതാണ് ഘടോൽക്കജൻ. ഇതിൻ്റെയൊക്കെ പിന്നിൽ ഓരോ കഥകളായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ മുമ്പ് പറഞ്ഞ ജീവത. ഇതിലാണ് ദേവി ഓരോ തേരിൻ്റെയും കുതിരയുടെയും അടുത്ത് വന്ന് അനുഗ്രഹിക്കുന്നത്. ഇതും ഘടോൽക്കജനാണ്. പഴമൊക്കെ ഇട്ടേക്കുന്നതാണല്ലേ ഒരു ക്രിയേറ്റിവിറ്റി. ഇത് കുഞ്ഞതാണ്, നമ്മളിങ്ങനെ സൂക്ഷിച്ച് നോക്കണം. ഇത് വള്ളത്തിലിരിക്കുന്നത് ഇത് ഒരാൾ തന്നെ ഉണ്ടാക്കിയതാണ്, 13 കരയുടെയും. ഇതാണ് കാളകെട്ട്. ഇതും അമ്പലത്തിൽ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്നതാണ്. ഇതൊരു തേരാണ്. പിന്നെ ഭീമനും പാഞ്ചാലിയും. പിന്നെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് വേഗം വീട്ടിലൊക്കെ പോകുന്നു.